ലൗകിക മനുഷ്യൻ്റെ സമാധാനവും ദൈവിക മനുഷ്യൻ്റെ സമാധാനവും തമ്മിലുള്ള അന്തരം കൃത്യമായി മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ഉത്തമ വേദഭാഗമാണ് ദാനിയേലിൻ്റെ പ്രവചനം 6-ാം അധ്യായം. ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിച്ചിരുന്ന ദാനിയേൽ യഹോവ അരുതെന്ന് കൽപ്പിച്ചിരുന്ന അന്യദൈവ ആരാധന പാടെ വേർത്തിരുന്നു. രാജാവിൻ്റെ കൽപ്പന കൂടി മറുത്ത് സത്യദൈവത്തെ ആരാധിച്ച ദാനിയേൽ ചതിയിൽപ്പെട്ട് മേധ്യനായ ദാരിയവേശ് രാജാവിൻ്റെ കൽപ്പനയാൽ സിംഹങ്ങളുടെ ഗുഹയിൽ തള്ളപ്പെടുന്നു. ദാനിയേലിനെക്കുറിച്ചുള്ള നിർണയത്തിന് മുദ്രയിട്ട രാജാവ് രാജധാനിയിൽ ചെന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു. അവൻ്റെ സന്നിധിയിൽ വെപ്പാട്ടികളെ കൊണ്ടുവന്നില്ല. ഉറക്കം അവനെ വിട്ടുപോയി. ദാരിയവേശ് രാജാവിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടതായി വേദഭാഗം വെളിപ്പെടുത്തുന്നു. എന്നാൽ സമാധാനം നഷ്ടപ്പെട്ട് ഉറക്കം വരാതെ ദുഃഖത്തോടെ രാത്രി കഴിച്ച ദാരിയവേശ് രാജാവിനെ പോലെയല്ല ദാനിയേൽ രാത്രി കഴിഞ്ഞത്. അവൻ ദൈവിക സംരക്ഷണയിൽ സമാധാനത്തോടെ സിംഹഗുഹയിൽ രാത്രി ഉറങ്ങി ഉണർന്നു. ഇതാണ് ദൈവം തരുന്ന സമാധാനം. ഇന്ന് ആങ്സൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കും കടന്നു പോകുന്ന മനുഷ്യന് നഷ്ടപ്പെട്ടു പോയതും ദാനിയേൽ അനുഭവിച്ച ഈ ദൈവിക സമാധാനമാണ്. അത് പ്രാപിക്കുവാനായി ദാനിയേലിൻ്റെ അചഞ്ചലമായ ദൈവവിശ്വാസവും സ്നേഹവും പ്രാർത്ഥനാ ജീവിതവും നീതിനിഷ്ഠയും സ്വഭാവസ്ഥിരതയും പിൻപറ്റുക. അപ്പോൾ ദാനിയേലിനെ പോലെ നാമും ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപുരുഷൻ എന്ന ദൈവത്തിൻ്റെ പ്രീതിക്ക് യോഗ്യരാകും. സമാധാന ദാതാക്കളായിത്തീരും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.